UGC മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇടതധ്യാപക സംഘടനാ പ്രതിനിധികൾക്ക് സ്ഥാനക്കയറ്റം നൽകി കുസാറ്റ് സർവകലാശാല. നടന്നത് ലക്ഷങ്ങളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും. ചട്ടങ്ങൾ മറികടന്ന് നടന്നത് 50ഓളം നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളുമാണ്. ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിക്ക് ജോയിന്റ് കൺവീനർ അരുൺ മോഹൻ ഈ സംഭവത്തിൽ വൈസ് ചാൻസലർക്കും ചാൻസലറായ ഗവർണർക്കും പരാതി നൽകി. ആദ്യം അരുൺ മോഹന്റെ പ്രതികരണം കേൾക്കാം. കുസാറ്റിൽ അനധികൃത നിയമനങ്ങളും അനധികൃത പ്രമോഷനും തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് സിൻഡിക്കേറ്റും ഇടതുപക്ഷ അധ്യാപക സംഘടനകളും കൂടി ചേർന്ന് നടത്തുന്ന ഈ വലിയ ഗൂഢാലോചന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടും നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നിടത്ത് അവിടെ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 1/2 ഡസനോളം അധ്യാപകരെ, അതും ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരെ മാത്രം കൃത്യമായി പ്രൊമോട്ട് ചെയ്ത രീതിയിൽ കുസാറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് UGC റെഗുലേഷൻ്റെ കൃത്യമായ വയലേഷനാണ്. ഇത് വെറുതെ ഒന്ന് നോക്കിയാൽ പരിശോധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, എന്തിനാണ് ഇവിടെ ഒരു UGC, എന്തിനാണ് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ? ഈ UGC മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഇടതുപക്ഷ സംഘടനകളെ അനുകൂലിക്കുന്ന അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നു, വഴിവിട്ട പ്രൊമോഷൻ നൽകുന്നു. എന്താണ് അരുൺ മോഹന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കുന്നത്? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നോക്കുകുത്തിയായി മാറുകയാണ്. എന്താണ് കുസാറ്റ് സർവകലാശാല അധികൃതരും ഒപ്പം ഇടതുപക്ഷ സംഘടനകളും തമ്മിലുള്ള ആ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് പിറകിലെ കാരണം? അശ്വതി, ഇത് കാലങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അനധികൃതമായിട്ടാണ് ഇത്തരം 50ഓളം നിയമനങ്ങളും അതോടൊപ്പം തന്നെ സ്ഥാനക്കയറ്റങ്ങളും നടന്നിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കൺവീനറായിട്ടുള്ള അരുൺ മോഹനാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിതലത്തിലടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഗവർണർക്കും VC-ക്കും അടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടും കാലങ്ങൾ ഇതുവരെയായിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് UGC ചട്ടപ്രകാരം ഈ പ്രൊഫസർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ആ വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവയൊക്കെ ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് കുസാറ്റിൽ ഇത്തരത്തിൽ 50ലധികം നിയമനങ്ങളും അതോടൊപ്പം തന്നെ സ്ഥാനക്കയറ്റങ്ങളും നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം. അതായത് ഒരു അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലുള്ള ഒരു അധ്യാപിക അവർ കുസാറ്റിൽ ജോലിക്ക് വരുന്നു. പിന്നീട് അവർക്ക് മറ്റൊരു കോളേജിൽ, സർക്കാർ കോളേജിൽ അവർക്ക് പ്രൊഫസറായിട്ട് വേക്കൻസി വരികയും അവിടേക്ക് ജോലിക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവർ കുസാറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. കുസാറ്റ് എന്ന് പറയുന്നത് സർവകലാശാലയാണ്. മറ്റ് കോളേജിലേക്കാണ് ജോലിക്ക് പോയത്. അവിടെ അവർക്ക് പ്രൊഫസർഷിപ്പ് കിട്ടി. തിരിച്ച് കുസാറ്റിലേക്ക് വന്ന അവർ തനിക്ക് ആ കോളേജിൽ പ്രൊഫസർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുസാറ്റിലും പ്രൊഫസർഷിപ്പ് വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും, എന്നാൽ അതൊക്കെ യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ ചട്ടങ്ങൾ പ്രകാരം അവർക്ക് അങ്ങനെ പ്രൊഫസർഷിപ്പ് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇടത് അനുകൂലി ആയതുകൊണ്ട് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ സർവകലാശാല അധികൃതരും ചേർന്നുകൊണ്ട് അവരുടെ ആവശ്യത്തെ അംഗീകരിക്കുകയായിരുന്നു. അതായത് ഇത്തരത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയെ പെട്ടെന്ന് ഇത്തരത്തിൽ പ്രൊഫസർഷിപ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതുവഴി അവർക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒപ്പം ഈ സർവകലാശാലയ്ക്കും അതോടൊപ്പം തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ വലിയ സാമ്പത്തിക നഷ്ടം, അതായത് ഇവരുടെ ശമ്പള സ്കെയിലിലടക്കം വലിയ വർധനവ് വരുന്നു. അതോടൊപ്പം തന്നെ ജോലിയുടെ കാര്യത്തിലടക്കം പല ഇളവുകളും ലഭിക്കുന്നു. അതായത് ഒരു കോളേജിൽ ജോലി ചെയ്യുന്നതും ഒപ്പം ഈ സർവകലാശാലയിൽ പ്രൊഫസർഷിപ്പിൽ ജോലി ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവിടെ 56ാമത്തെ വയസ്സിൽ പെൻഷൻ ആകുമെങ്കിൽ സർവകലാശാലയിലെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 60 വയസ്സാണ്. അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ശമ്പള വർധനവ് അടക്കം ഇവർക്ക് അനധികൃതമായിട്ട് നൽകി കൊടുക്കുകയാണ്. അതായത് യൂണിവേഴ്സിറ്റി റെഗുലേഷൻ ആക്ട് 2018 ചട്ടം 10 പ്രകാരം, ആക്ട് 10 പ്രകാരമുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിൽ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ഇവർക്ക് മാത്രമല്ല, ഇത്തരത്തിൽ 1/2 ഡസനോളം 6ഓളം അധ്യാപകർക്ക് ഇതേ രീതിയിൽ ഈ കുസാറ്റിൽ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമൂലം ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ നഷ്ടം നാളുകളേറെയായി, എത്രയോ വർഷങ്ങളായി ഇടത് അധ്യാപക സംഘടന പ്രതിനിധികൾക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ നിയമനങ്ങളൊക്കെ നൽകുന്നു, ചട്ടവിരുദ്ധമായി പ്രൊമോഷൻ നൽകുന്നു. അതൊക്കെ നമ്മുടെ മുൻപിലുള്ള കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ വ്യക്തത എങ്ങനെയാണ് ഗോകുൽ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുക?
അശ്വതി, അദ്ദേഹം ചോദിച്ചത് ഏത് റെഗുലേഷൻ്റെ വയലേഷനാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മുമ്പ് പറഞ്ഞിരുന്നു. UGC റെഗുലേഷൻ 2018 സെക്ഷൻ 10 കൃത്യമായിട്ടുള്ള വയലേഷൻ അവിടെ സംഭവിച്ചിരിക്കുന്നു. അവരുടെ ഒരു അധ്യാപികയ്ക്ക് ഇത്തരത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഈ കുസാറ്റ് സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് വരുന്നു. അതിനുശേഷം അവർ മറ്റൊരു സർക്കാർ കോളേജിൽ പ്രൊഫസർഷിപ്പിലേക്ക് വേക്കൻസിയിലേക്ക് ജോലിക്ക് പോയി. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ച് വീണ്ടും കുസാറ്റിലേക്ക് വരികയാണ്, സർവകലാശാലയിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. അതിനുശേഷം ഇവർ മറ്റൊരു കോളേജിൽ പ്രൊഫസർഷിപ്പിലേക്ക് പോയി തിരിച്ച് കുസാറ്റിലേക്ക് എത്തിയപ്പോൾ ഇവർ പറയുകയാണ്, ആ കോളേജിൽ എനിക്ക് പ്രൊഫസർഷിപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും എനിക്ക് പ്രൊഫസർഷിപ്പ് നൽകണമെന്ന് പറയുകയാണ്. അത് യാതൊരു കാരണവശാലും ഈ UGC ചട്ടപ്രകാരം അങ്ങനെ നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുണ്ട്, അതൊക്കെ പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പ്രൊഫസർഷിപ്പ് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ആ മാനദണ്ഡങ്ങളെല്ലാം തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർക്ക് 3-4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്തപ്പോൾ ഇവർക്ക് പ്രൊഫസർഷിപ്പിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ കൃത്യമായിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അവർ തന്നെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ 2018 UGC റെഗുലേഷൻ ആക്ട് 10 പ്രകാരം അതിൽ ആ 10 ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ഈ ഒരു അധ്യാപികയുടെ കാര്യം മാത്രമല്ല, ഇതേപോലെ തന്നെ 6 അധ്യാപകർക്ക് ഈ രീതിയിൽ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. അതായത് ഇവർക്ക് അസോസിയേറ്റ് പ്രൊഫസറിൽ നിന്നും പ്രൊഫസർഷിപ്പിലേക്കാണ് നേരിട്ട് ഈ രീതിയിൽ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ 6 അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം